ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ പാർട്സ് സ്പൈസി കുറവായിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് കുറച്ച് ചിക്കൻ പാർട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ചതച്ചതാണ് കേട്ടോ. പിന്നെ കറിവേപ്പില. അപ്പോൾ ആവശ്യത്തിനായിട്ടുള്ള പൊടികൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. ഇതൊരു സ്പൈസി, അധികം എരിവില്ലാത്തൊരു കറിയാണ്, മസാല പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അധികം സ്പൈസി വേണ്ട. പിന്നെ മല്ലിപ്പൊടി കുറച്ച് എടുക്കുന്നുണ്ട്, ഒരു 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലും എടുക്കുന്നത്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു മസാലയ്ക്ക് ഇത്രയും മാത്രം എടുക്കുന്നുള്ളൂ, കൂടുതൽ ക്വാണ്ടിറ്റി കൂട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാർട്സിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വേറെ മസാലകളോ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമുക്കത് കുക്കറിലിട്ടിട്ട് ഒന്ന് ഒരു 4-5 വിസിലടിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം, അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് കേട്ടോ ആഡാക്കുന്നത്. ഞാൻ വളരെ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ഈ കറി വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് കാശ്മീരി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4-5 വിസിൽ കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ കറി ഞാൻ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ എണ്ണ ചൂടായാൽ നമുക്ക് മറ്റേ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം, കറുവപ്പട്ടയും ഏലക്കായും നല്ല സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതൊന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് ഇട്ട് എടുക്കുന്നത്, തക്കാളി കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ സവാളയുടെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മെൽട്ടായി നന്നായിട്ടാവണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മളെ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളകൊക്കെ നന്നായിട്ട് ചതച്ചത് അതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് മെൽട്ടാവും, കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം ഏകദേശം മാറുന്ന വരെ വെയിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് പതുക്കെ കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മസാലയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറണ വരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നന്നായി ഇളക്കി കൊടുത്തിട്ടേ.
അപ്പോൾ ഗൈസ് എൻ്റെ ചിക്കൻ പാർട്സ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ കൂടുതൽ നിൽക്കുന്നത്. മുളക് പൊടിയൊന്നും അധികം യൂസ് ചെയ്യാത്ത കാരണേ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പാർട്സ് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബായ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.